ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ വളരെ ലളിതമായി പറയുകയാണ് ഇത് രണ്ടും ഒരുമിച്ച് മാത്രമാണ് നടപ്പിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇതിന് ഇത്ര മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ വാസ്തവത്തിൽ വനിതാ സംവരണത്തിനെതിരാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്നവരൊക്കെയും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പോലും ഇവിടെ നടത്തിയിട്ടുണ്ട്. വനിതാ സംവരണവും ഡീലിമിറ്റേഷനും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായി മാത്രം പരിഗണിക്കേണ്ട വിഷയങ്ങളാണോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അസിത, അത് രണ്ടും രണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഇവിടെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി അത് പരിഗണിക്കണം എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ പാർലമെന്റിൽ വന്നിരിക്കുന്ന ബില്ല്. തീർച്ചയായും വനിതാ സംവരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതനുസരിച്ച് ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചു. വനിതാ സംവരണം 2023 ബില്ലിൻ്റെ രൂപത്തിൽ വന്നു. യാതൊരു ആക്ഷേപവുമില്ലാതെ അത് പാസ്സായി. അത് നടപ്പാക്കിയെടുക്കേണ്ടതാണ്. അത് നടപ്പാക്കിയെടുക്കണമെങ്കിൽ അന്ന് വെച്ചിരുന്നൊരു റൈഡറാണ് പിന്നീടുള്ള ജനസംഖ്യ കണക്കെടുപ്പ്, സെൻസസ് ഡെലിമിറ്റേഷൻ അനുസരിച്ചുള്ള സെൻസസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതും സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇതാ വളരെ നിർദോഷമെന്ന് തോന്നാം 2011 അത് 15 വർഷം മുൻപത്തെ ജനസംഖ്യാ കണക്കനുസരിച്ച് അതാണല്ലോ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ സെൻസസ്. അപ്പോഴാണ് ഇതുവരെയുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ അതാണ് കേട്ടിരുന്നത്. ഇപ്പോൾ അതല്ല എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അല്ല, അതൊരു ഒരു ആംഗിൾ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ, അദ്ദേഹം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഇപ്പോൾ നിലവിലുള്ള 543 നിയോജക മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ അതനുസരിച്ച് സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. വനിതാ റിസർവേഷൻ അതനുസരിച്ച് കൊടുക്കുന്നതിൽ നിയമപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു ഭേദഗതിയിലൂടെ അത് റെഡിയാക്കാം. അപ്പോൾ അടുത്ത 71 സെൻസസ് അനുസരിച്ചാണ് ഇപ്പോൾ 543 എന്നത് ഫ്രോസനായി വെച്ചത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 1971 സെൻസസ് ഏതാണ്ട് 76 അടിയന്തരാവസ്ഥ സമയത്താണ് ഏതാണ്ട് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ക്ലോസ് ആയിരുന്നത്. അതായത് ഫ്രോസൺ ഫോർ 25 years. അതിനുശേഷം ആ ഫ്രീസിംഗ് പോയിന്റ് മാറിയത് 2001 അന്ന് പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA സർക്കാരാണെന്ന് ഭരിക്കുന്നത്. അപ്പോൾ NDA സർക്കാരും അതിൻ്റെ ഒരു ഇൻ പ്രിൻസിപ്പിൾ ഒരു ഡിസ്പാരിറ്റി ഉണ്ടാകും. വലിയ രീതിയിൽ ജനസംഖ്യാ നിയന്ത്രണം ചില സംസ്ഥാനങ്ങൾ പാലിച്ചു. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ ജനസംഖ്യാ നിയന്ത്രണമില്ല. അതുകൊണ്ട് ഒരു ഫെഡറൽ ഫീച്ചർ ഉണ്ടാകേണ്ട ഒരു സതുദ്ദേശപരമായി വീണ്ടും ഒരു 25 വർഷത്തേക്ക് ഇത് ഫ്രീസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് 543 മണ്ഡലങ്ങൾ എന്നത് 1971 സെൻസസ് അനുസരിച്ചുള്ള കണക്കും 1976 ഫ്രോസനായി നിന്നതുമാണ്. ഇപ്പോൾ 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ന്യായമായി നമുക്കൊരു ആർഗ്യുമെൻറ്റിൻ്റെ രൂപത്തിൽ പറയാം, 50 വർഷം കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായി, എന്തുകൊണ്ട് സെൻസസ് അനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായി എന്തുകൊണ്ട് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ക്രമീകരിച്ചുകൂടാ? ഇവിടെ വരുന്ന ഒരു വിഷയമുണ്ട്. നോക്കൂ, നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. 20 പാർലമെൻറ്റ് അംഗങ്ങളെ അയക്കുന്ന ഒരു സംസ്ഥാനം. ഉത്തർപ്രദേശ് ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം, 80 പാർലമെൻറ്റ് അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനം. ഇതിനിടയിൽ ഇതുവരെയുള്ള 2011 വരെയുള്ള കണക്കനുസരിച്ച് നോക്കിയാൽ ഏതാണ്ട് 79% പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി ഉത്തർപ്രദേശിൽ. കേരളത്തിൽ നാമമാത്രമായ ഗ്രോത്താണ് ഉണ്ടായത്. രാജസ്ഥാനിൽ ഏതാണ്ട് 100% ഗ്രോത്താണ് ഉണ്ടായത്. മധ്യപ്രദേശിലും ബീഹാറിലും ഏതാണ്ട് തത്തുല്യമായ 80% അടുപ്പിച്ചുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് 2011 സെൻസസ് അനുസരിച്ച് ആണെങ്കിൽ പോലും റിഫ്ലക്റ്റ് ചെയ്ത് അത് മണ്ഡലങ്ങളുടെ എണ്ണമായി ക്രമീകരിച്ചാൽ വളരെ വലിയ ഒരു അപ്പർ ഹാൻഡ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടും. ഇനി നോക്കൂ, ഉത്തർപ്രദേശിലെ 80, ബീഹാറിലെ 40, മധ്യപ്രദേശിലെ 40, രാജസ്ഥാനിലെ 25, ഇതെല്ലാം കൂടെ ചേർത്ത് ഛത്തീസ്ഗഡിലെ സീറ്റുകൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ഹിന്ദി ഹാർട്ട്ലാൻഡ് ഉത്തരേന്ത്യ എന്ന് വ്യാപകവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഹിന്ദി ഹൃദയഭൂമി, അതിൽ എക്സ്ട്രീം നോർത്ത് കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, പഞ്ചാബ് ഒക്കെ മാറ്റി നിർത്തി ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ഇടത്തെ മാത്രം വെയിറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള 35% നിന്നും അത് 40-42% മാറുകയാണ്. ആ വെയിറ്റേജ് തന്നെ മാറുകയാണ്. അതനുസരിച്ച് വന്നാൽ തെക്കേ ഇന്ത്യയുടെ വെയിറ്റേജ് വളരെയധികം കുറയുകയാണ്. 24-25% നിന്നും 20% ആ വെയിറ്റേജ് കുറയുകയാണ്. പക്ഷേ സീറ്റ്സിൻ്റെ കാര്യത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ഒരു ഗ്രോത്ത് ഉണ്ടാകും ജനസംഖ്യ ആനുപാതികമായി ആണെങ്കിൽ. നോക്കൂ,
കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും ഒക്കെ തെലുങ്കാനയും ഒക്കെയാണല്ലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടും സ്വയം കൺവിക്ഷനോടുകൂടിയും കൃത്യമായ ജനകീയ ആസൂത്രണത്തിലൂടെയൊക്കെ ജനസംഖ്യ കുടുംബാസൂത്രണത്തിലൂടെ കൃത്യമായ ജനസംഖ്യ നിയന്ത്രണം പാലിച്ച് പോപ്പുലേഷൻ കൈവിട്ടു പോകാതെ നോക്കി. അതിൽ ഏറ്റവും ഉദാത്തമായി മാത്രം കേരളം തന്നെയാണ്. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന് 71 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിരുന്ന ഒരു കേന്ദ്രത്തിലെ ഒരു വിഹിതം എല്ലാ അർത്ഥത്തിലും ജനസംഖ്യാനുപാതികമാണെങ്കിൽ പവറിൻ്റെ അടിസ്ഥാനത്തിൽ റിസോഴ്സ് അലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ ഇനി എം പിമാർക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് വലിയ തോതിൽ കുറയാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു, ഒരു ഫാക്ടറേ അല്ലാതാവുന്നു. ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം, അതായത് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ മാത്രം ചേർന്ന് പുനഃസംഘടിപ്പിക്കപ്പെടുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ബില്ലനുസരിച്ച് 850 സീറ്റുകളാണ്. അതിൽ 400ഓളം സീറ്റുകൾ ഈ 5ഓ 6ഓ സംസ്ഥാനങ്ങൾ ചേർന്ന് നേടിയെടുക്കുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അന്ന് 71 അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ 2001 അത് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ഫോർമേഷനാണ്. എങ്ങനെ നോക്കിയാലും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിന് മുന്നിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷമാണുള്ളത്. ഇപ്പോൾ അത് BJPക്ക് അനുകൂലമാണ്. നാളെ അത് കോൺഗ്രസിനോ റീജിയണൽ പാർട്ടിക്കോ അനുകൂലമാവില്ല എന്ന് ഉറപ്പ് പറയാനാവില്ല. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി വടക്കേ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയുടെ മേധാവിത്വം, പൊളിറ്റിക്കൽ ഡോമിനൻസ് ഉൾപ്പെടെ നിരന്തരം പാർലമെന്റിൽ ഉറപ്പുവരുത്തുകയും BJPക്ക് ഒറ്റയ്ക്ക് ജയിച്ചു വരികയും ചെയ്യാവുന്ന അന്തരീക്ഷം സംജാതമാവുക എന്നതാണ്. ഇതെല്ലാം മാറ്റി നിർത്തി അസിത ഒന്നുകൂടി കാര്യങ്ങൾ നോക്കാം. വേണമെങ്കിൽ ചില ദോഷേക്ക് നിരക്കുകൾ പറയും, ഇതൊന്നും ബാധകമല്ല, കൃത്യമായ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വിതരണം ചെയ്താൽ പോരെ. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യ 35 കോടി മാത്രമായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച 1950 കണക്കനുസരിച്ച്. ഇന്ന് 4 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. 145 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ. അതനുസരിച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 1885 സീറ്റുകൾ പാർലമെന്റിൽ ഉണ്ടാകണം. പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിൽ പോലും ഇരിക്കാൻ സൗകര്യമുള്ളത് 880 സീറ്റുകൾ മാത്രമാണ്. ഇപ്പോൾ പറയുന്നത് 850. 815 സീറ്റുകൾ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചും 35 സീറ്റുകൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ പ്രതിനിധീകരിച്ചുമാണ്. എങ്ങനെ വന്നാലും ഒരു അൺവീൽഡി നമ്പറും കൂടി ആവുകയാണ്. ഈ 543 കൃത്യമായി നിയന്ത്രിക്കാൻ പലപ്പോഴും സ്പീക്കർക്ക് കഴിയാറില്ല. ആകപ്പാടെ കഴിഞ്ഞ പാർലമെന്റിൽ 17ാം പാർലമെന്റിൽ കേവലം 55, ശരാശരി ഒരു വർഷം 55 പാർലമെന്റ് സമ്മേളനങ്ങൾ മാത്രമാണ് ലോക്സഭയിൽ നടന്നത്. ആദ്യ പാർലമെന്റിലൊക്കെ 145 ദിവസം വരെ ഒരു വർഷം പാർലമെന്റ് സമ്മേളനം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ജംബോ പാർലമെന്റ് എങ്ങനെ മുന്നോട്ട് പോകും എന്നതുകൂടി ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ വർധനവിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാകൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.